ഓറൽ ക്യാൻസറിലെ അപകടകരമായ ലക്ഷണങ്ങൾ. ഈ പറയുന്ന ലക്ഷണങ്ങൾ ആരും അവഗണിക്കരുത്. അത് ചിലപ്പോൾ ഓറൽ ക്യാൻസറിൻ്റെതാകാം. എന്തൊക്കെയാണ് ഓറൽ ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ? പുകയില ഉൽപ്പന്നങ്ങൾ, മദ്യപാനം, അടക്കയുടെ ഉപയോഗം, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, വായിൽ വെക്കുന്ന അപ്ലയൻസ്, അതുപോലെ സെറ്റുപല്ല്, ഇവയുടെയൊക്കെ ഷാർപ്പായിട്ടുള്ള എഡ്ജ് കാരണം അൾസേഴ്സ് വരാം. അത് കാലക്രമേണ ക്യാൻസർ ആകാം. ഷാർപ്പ് ടൂത്ത് കൊണ്ടുവരുന്ന അൾസേഴ്സ് ആകാം. ഇത് കൂടാതെ തന്നെ അൺഹെൽത്തി ഡയറ്റ്, അതായത് ഫാസ്റ്റ് ഫുഡ്സിലൊക്കെ ഉള്ള മായം ചേർക്കൽ, ഇവയൊക്കെ ക്യാൻസറിന് കാരണമാകാം. ഇതുമല്ലാതെ മോണരോഗം, വായിലെ ശുചിത്വമില്ലായ്മ, ഇവയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റീസൺസ്. എന്തൊക്കെയാണ് ഓറൽ ക്യാൻസർ അഥവാ വദനാർബുദത്തിന്റെ ലക്ഷണങ്ങൾ? വെളുത്തതോ ചുവന്നതോ ആയ പാടുകൾ, കഴുത്തിൽ കഴല അല്ലെങ്കിൽ മുഴ, ഇളകിയ പല്ലുകൾ, വായിൽ എരിച്ചിൽ, വിട്ടുമാറാത്ത തൊണ്ടവേദന, വായ് തുറക്കാൻ ബുദ്ധിമുട്ട്, ഡെഫിനിറ്റീവ് മാർജിൻസ് ഉള്ള ഉണങ്ങാത്ത മുറിവ്, ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, അതായത് ഡിസ്ഫേജിയ, സംസാരിക്കുമ്പോഴുള്ള കുഴച്ചിൽ, വായിലുള്ള മരവിപ്പ് അല്ലെങ്കിൽ വായിൽ നിന്ന് രക്തം വരിക, പെട്ടെന്ന് വെയിറ്റ് കുറയുക, ചെവിവേദന. ചെവിവേദന കലശലാണെങ്കിൽ നമ്മൾ ENT കൺസൾട്ടേഷൻ ഉടനെ എടുക്കേണ്ടതാണ്. ENT ഫൈൻഡിങ്സ് നോർമൽ ആണെങ്കിൽ ഉടനെ തന്നെ ഡെന്റിസ്റ്റിനെ കാണേണ്ടതാണ്. എപ്പോഴാണ് നമ്മൾ ഒരു ഡോക്ടറിനെ കാണേണ്ടത്? മേൽപ്പറഞ്ഞ ഏതെങ്കിലും ലക്ഷണങ്ങൾ 2 ആഴ്ചയിൽ കൂടുതൽ കാലം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് അതിന്റെ ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതായിരിക്കും. എന്തൊക്കെയാണ് ലക്ഷണങ്ങളെന്ന് നോക്കാം. വെളുത്തതോ ചുവന്നതോ ആയ പാടുകൾ, അതായത് ലൂക്കോപ്ലേക്കിയ, എറിത്രോപ്ലേക്കിയ. ഇതാണ് ലൂക്കോപ്ലേക്കിയ, ഒരു പ്രീ ക്യാൻസറസ് കണ്ടീഷൻ ആണ്. ഇത് കാൻഡിഡിയാസിസ്, അതായത് പൂപ്പിൾ ബാധ. ലൂക്കോപ്ലേക്കിയാണ് ക്യാൻസർ ആവാനുള്ള സാധ്യത കൂടുതൽ. കാൻഡിഡിയാസിസ് അല്ലെങ്കിൽ പൂപ്പൽ ബാധ എന്തെങ്കിലും ഓയിൻമെന്റ് സപ്ലൈ ചെയ്താൽ തന്നെ അത് മാറും. അതുപോലെ ഒരു ക്ലീൻ ടവൽ എടുത്ത് നമ്മൾ ഈ ലീഷനിൽ ഒന്ന് തുടച്ചു നോക്കണം. അപ്പോൾ സ്ക്രേപ്പബിൾ ആണെങ്കിൽ അത് കാൻഡിഡിയാസിസ്, സ്ക്രേപ്പബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് ലൂക്കോപ്ലേക്കിയ. അപ്പോൾ ലൂക്കോപ്ലേക്കിയയിൽ നമ്മൾ ടവൽ വെച്ച് തുടച്ചു കഴിഞ്ഞാൽ അത് പോവില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ അതിൽ കൂടെ ബ്ലഡ് വരികയും ചെയ്യും. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് ആഫ്റ്റർ അൾസർ അല്ലെങ്കിൽ കാൻകർ സോർ എന്ന് പറയും. ഇത് കോമൺ ആയിട്ട് കാണുന്ന ഒരു അൾസർ ആണ്. സ്ട്രെസ് കൊണ്ടോ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടോ വരുന്ന ഒരു അൾസർ ആണ്. സാധാരണഗതിയിൽ 7 days ഒക്കെ എടുത്ത് ഇത് ഹീൽ ആവാറുണ്ട്. എന്നാൽ ചില അൾസേഴ്സ് അത് ഡെഫിനിറ്റീവ് ആയിട്ട് മാർജിൻസ് ഉണ്ടാവും. അതുപോലെ ആ അൾസർ അൺഹീൽഡ് ആയിട്ട് അല്ലെങ്കിൽ മുറിവ് ഉണങ്ങാതെ 2 ആഴ്ചയെ മേലെ നിൽക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡെന്റിസ്റ്റിനെയോ ഒരു ക്യാൻസർ സ്ക്രീനിങ്ങിന് വേണ്ടി ഒരു ഡോക്ടറിനെയോ കാണുക. അപ്പോൾ എന്തെങ്കിലും സംശയം തോന്നിയാൽ ബയോപ്സി എടുക്കാൻ പറയും. അതായത് അവിടുത്തെ ചത ഒന്നെടുത്ത് പരിശോധിക്കും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ക്യാൻസറസ് ആണോ അല്ലയോ എന്നുള്ളത്. ഇപ്പോൾ ഏർലി ഡിറ്റക്ഷനിൽ തന്നെ 100% ക്യൂർ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാൻസറിനെ എത്രയും നേരത്തെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ 100% ക്യൂർ ആണ്. അഡ്വാൻസ്ഡ് സ്റ്റേജ് ആവും തോറും സക്സസ് റേറ്റ് കുറയും. ഇതാണ് കൺട്രിമാൻ സ്ലിപ്പ്. UV റേഡിയേഷൻ കൊണ്ട് ചുണ്ടുകളിൽ ക്യാൻസർ വരുന്നതിനെയാണ് കൺട്രിമാൻ സ്ലിപ്പ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫാർമേഴ്സിലാണ് ഇത് കൂടുതൽ കാണുന്നത്. അതുകൊണ്ടാണ് അതിനെ കൺട്രിമാൻ സ്ലിപ്പ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായി കണ്ടുവരുന്ന സലൈവറി ഗ്ലാൻഡ് ഡിസോർഡർ ആണ്. ഇതെന്ന് പറയുന്നതാണ് മ്യൂക്കോസീൽ. ഇത് നമ്മൾ ചുണ്ടിൽ നിരന്തരമായി കടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മുഴയാണ് ഈ മ്യൂക്കോസീൽ എന്ന് പറയുന്നത്. ഇതൊരു മ്യൂക്കസ് ഫിൽഡ് ആയിട്ടുള്ള സിസ്റ്റ് ആണ്. ഇത് വേദനയൊന്നും ഉണ്ടാവില്ല. സ്മൂത്ത് ആയിട്ടുള്ള ലീഷൻസ് ആയിട്ടാണ് കാണുന്നത്. ഇതെന്ന് പറയുന്നത് റാനുല
ഇതൊരു മേജർ സലൈവറി ഗ്ലാൻഡ് ഡക്റ്റിന്റെ ഒരു ഒബ്സ്ട്രക്ഷൻ കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഇതെന്നാൽ മൈനർ സലൈവറി ഗ്ലാൻഡ് ഡക്റ്റിന്റെ ഒബ്സ്ട്രക്ഷൻ കൊണ്ട് ഉണ്ടാവുന്നതാണ് മ്യൂക്കോസീൽ. റാനുല ഉണ്ടാവുന്നത് മേജർ സലൈവറി ഗ്ലാൻഡിന്റെ. ഇത് ഉണ്ടാവുന്നത് കൂടുതലും നാവിന്റെ താഴെഭാഗം, അതായത് ഫ്ലോർ ഓഫ് ദ മൗത്ത് ഏരിയയിലാണ് റാനുല മിക്കവാറും ഉണ്ടാവുന്നത്. മ്യൂക്കോസീൽ ഉണ്ടാവുന്നത് ചുണ്ടിലും. ഇങ്ങനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് തീർച്ചയായും ക്യാൻസറസ് ആയിട്ടുള്ള സ്വെല്ലിങ്സ് അല്ല. ഇതാണ് അടയ്ക്ക അല്ലെങ്കിൽ അരക്കനട്ട്. അരക്കനട്ടിന്റെ ഉപയോഗം കൊണ്ട് വരുന്ന ഒരു പ്രീ ക്യാൻസറസ് കണ്ടീഷനാണ് ഓറൽ സബ് മ്യൂക്കസ് ഫൈബ്രോസിസ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് വായ തുറക്കാനുള്ള ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ ഒരു ബാൻഡ് ഫോം ചെയ്ത് ഫൈബ്രോസിസ് എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നുണ്ട്. അത് കാരണമാണ് ആദ്യം ഇത്രയും വാ തുറക്കാൻ പറ്റുന്ന ഒരാൾക്ക് പിന്നീട് ക്രമേണ ഇവിടെ ഒരു ബാൻഡ് ഫോം ചെയ്ത് വായ കൂടുതൽ തുറക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇത്രയും ആവും. അതാണ് ലിമിറ്റഡ് മൗത്ത് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. 8 സ്റ്റെപ്പ് സ്ക്രീനിങ് ആണ് പറയുന്നത്. അതായത് ചുണ്ടുകളുടെ അകംഭാഗം പുറം ഭാഗം അത് മുകളിലും താഴെയും നോക്കുക. കവിളുകളുടെ അകംഭാഗം നോക്കുക. കവിൾ വലിച്ചതിന് ശേഷം ഇടത് ഭാഗവും വലതു ഭാഗത്തെ കവിളുകൾ നന്നായിട്ട് എക്സാമിൻ ചെയ്യുക. നിങ്ങളുടെ എല്ലാ മോണകളും, അതായത് മുകളിലെ മുഖമോണ, താഴത്തെ മോണ എല്ലാം നോക്കുക. നാക്ക് ഒരു ഗോസ് ഉപയോഗിച്ച് വലിച്ചതിന് ശേഷം നാക്കിന്റെ എല്ലാ ഭാഗവും, സൈഡ്, അതുപോലെ മുകളിൽ, അതുപോലെ നാക്കിന്റെ അടിയിൽ ഒക്കെ നോക്കുക. നാക്കിന്റെ താഴ്ഭാഗം, അതായത് ഫ്ലോർ ഓഫ് ദ മൗത്തും ഈ വായുടെ മുകൾ ഭാഗം, അതായത് റൂഫ് ഓഫ് ദ മൗത്തും നോക്കുക. വായുടെ മുകൾ ഭാഗം നോക്കാനായിട്ട് കഴുത്ത് കുറച്ച് ബാക്കിലോട്ട് ആക്കിയതിന് ശേഷം വായ തുറന്ന് നോക്കിയാൽ മതി. പിന്നെ നമ്മൾ തൊണ്ടയുടെ ആ ഭാഗം, അതായത് ടോൺസിൽ ഏരിയ നോക്കുക. ഇങ്ങനെ 8 സ്റ്റെപ്പ് ഓറൽ സ്ക്രീനിങ് ആണ് പറയുന്നത്. ചെവിവേദന, വായ തുറക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ കഴുത്തിൽ ഒരു കഴലയായിട്ടോ മുഴയായിട്ടോ വരാം. അതുപോലെ വെളുത്തതോ ചുമന്നതോ ആയ പാടുകളായിട്ട് വരാം. എന്തെങ്കിലും മുറിവോ അൾസറോ അൺഹീൽഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സൗണ്ടിലോ അല്ലെങ്കിൽ സംസാരത്തിലോ ഒരു കുഴച്ചിലോ എന്തെങ്കിലും തടസ്സമോ നേരിട്ടാലും അതൊക്കെ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങളാണ്. ഫെബ്രുവരി എന്നത് വേൾഡ് ക്യാൻസർ അവയർനെസ് മന്ത് ആയതിനാൽ കുറച്ച് സമയം നിങ്ങളുടെ മോണ, വായ ഇവയിലെല്ലാം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ നീക്കിവെക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഇതിന്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഈ പരിശോധനകൾ നടത്തുന്നത് വളരെയേറെ പ്രധാനമാണ്. വെറും 1 മിനിറ്റോ 2 മിനിറ്റോ കൊണ്ട് ചെയ്യാവുന്ന പരിശോധനകൾ മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചേക്കാം.